എല്ലാവർക്കും നമസ്കാരം. എന്താ പറയണ്ടേ, ടെഡെക്സ് എന്ന് പറയുന്ന പ്രസ്റ്റീജിയസ് സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നത്. ദിസ് ഇസ് ദ 4th ടൈം ഐ എം ബീൻ ഇൻവൈറ്റഡ് ടു ടോക്ക് ഫോർ ടെഡെക്സ്. ഞാനൊരു സ്പീക്കറേ അല്ല, നിങ്ങളിപ്പോൾ കണ്ട പോലെ സ്റ്റേജിൽ നിന്ന് പാടാനും ആസ്വദിക്കാനും പ്രേക്ഷകരുമായിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ ആഗ്രഹിച്ച് ജീവിതം ഓരോ ദിവസം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ് ഞാൻ. എന്നിരുന്നാലും നിങ്ങളുടെ മുന്നിൽ വരാനും ഞാനൊരു കഴിഞ്ഞ 18 വർഷമായി മ്യൂസിക് ഈസ് മൈ ലൈഫ്, മൈ എവറിത്തിങ്. ബീങ് എൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് മൈസെൽഫ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജിയാണ് പഠിച്ചത്. പക്ഷേ ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ചെയ്യുന്നില്ല. പിയാനോ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് അത്യാവശ്യം വായിക്കും, അത് മാത്രമാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി ആയിട്ടുള്ള റിലേഷൻ. ബട്ട് ഐ എം വെരി ഹാപ്പി ഇൻ മൈ ലൈഫ്, കണ്ടൻറ് ഇൻ മൈ ലൈഫ്, ബിക്കോസ് ഐ എം ഡൂയിങ് വാട്ട് ഐ ലവ് ടു ഡു ദി മോസ്റ്റ്. അതായത് ജോലി ചെയ്യുന്ന ആണെന്ന് തോന്നാറില്ല. അപ്പോൾ അത് മുന്നോട്ട് പോവുകയാണ്, സമയം പോകുന്ന അറിയുന്നില്ല. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താം ആദ്യം തന്നെ. എൻ്റെ പേര് ജോബ് കുര്യൻ. ഞാൻ ഒരു സിംഗർ, കോമ്പോസർ, സോങ് റൈറ്ററാണ്. ഞാൻ ഹെയിൽ ഫ്രം ദ ലാൻഡ് ഓഫ് ബാക്ക് വാട്ടേഴ്സ്. കുട്ടനാട്ടുകാരനാണ്, കൈനഗിരിക്കാരനാണ് അടിസ്ഥാനപരമായിട്ട്. ബട്ട് സെറ്റിൽഡ് ഇൻ ട്രിവാൻഡ്രം. ഫാദർ, മദർ, വൈഫ്, 2 മക്കളുണ്ട്. ടെഡെക്സ് എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഇതാണ് എൻ്റെ ടെൻഷൻ. പെർഫോം ചെയ്യാനാണെങ്കിൽ കുഴപ്പമുണ്ടായില്ല. അപ്പം ആങ്സൈറ്റി ഈസ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. ബട്ട് ഓൺ സ്റ്റേജ് വെൻ ഐ എം പെർഫോമിങ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ബോൾ ഗെയിം. ബട്ട് സ്പീക്കിംഗ് ഇറ്റ്സ് എ സെയിം ആങ്ഷ്യസ് ജോബ് കുര്യൻ ഹിയർ. ഓക്കെ. ആൻഡ് ഐ വാസ് ഗിവൻ എ തീം ടു ടോക്ക് ഓൺ ഇൻഫൈനൈറ്റ് എന്നൊക്കെ പറയുന്ന അന്തമില്ലാത്ത, അല്ലെങ്കിൽ അനന്തതയുടെ അങ്ങോട്ട്, എന്താ പറയുക, എൻലെസ്. ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്ന ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് എനിക്ക് തന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പം നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് അങ്ങനെ ശ്രമിക്കാൻ പറ്റുന്ന. നമ്മൾ എഫേർട്ട് എന്ന് പറയുന്നൊരു കാര്യം ഇൻഫൈനൈറ്റ് ആണ്, എത്ര വേണേൽ ശ്രമിക്കാം. അപ്പോൾ അതാണ് എനിക്ക് റിലേറ്റ് ചെയ്തത്. ഇൻഫൈനൈറ്റ് 8 എന്ന് പറഞ്ഞൊരു ഡിജിറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ആ കണ്ടന്റ് എനിക്ക് തന്നത്. അപ്പോൾ തന്നെ തോന്നി 8 എന്ന് പറയുന്ന അക്ഷരം, ഒരു ഡിജിറ്റിനൊരു പ്രത്യേകത, തുടക്കവും ഇല്ല അവസാനവും ഇല്ല, അല്ലേ? ഇറ്റ്സ് എ ലൂപ്പ്. അതിങ്ങനെ എവിടെ വേണേൽ തുടങ്ങാം, എവിടെ വേണേൽ അവസാനമില്ല. അതിലിങ്ങനെ കറങ്ങി നിൽക്കുന്നൊരു ലൂപ്പാണ് 8. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ആ ലൂപ്പിൻ്റെ അകത്ത് പെട്ടാൽ നല്ല രീതിയിൽ പെടണം എന്ന് മാത്രം. ലൂപ്പ് തുടർന്നു കൊണ്ടേയിരിക്കും. അതിൽ നമ്മൾ എന്താ പറയുക, നെവർ ഗെറ്റ് ഔട്ട് ഓഫ് ദ ലൂപ്പ്, കീപ് യുവർ എഫേർട്സ് ഹൈ. ഞാനെപ്പോഴും മനസ്സിലാക്കുന്നത് അതാണ്. അതിൽ കയറ്റമുണ്ട്, ഇറക്കമുണ്ട്, പിന്നെയും കയറ്റമുണ്ട്, പിന്നെയും ഇറക്കമുണ്ട്. ചിലപ്പോൾ ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. ഇതൊക്കെ ഒരു മ്യൂസീഷ്യൻ എന്നുള്ള പെർസ്പെക്റ്റീവിൽ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. വേർ ഐ സ്റ്റാർട്ടഡ് വാസ് 2006 എന്ന് പറയുന്ന ആ വർഷമാണ് എൻ്റെ മ്യൂസിക് ഞാൻ ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നത്. അത് അമൃത സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ആ റിയാലിറ്റി ഷോയിൽ റണ്ണറപ്പായിരുന്നു. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ആഗ്രഹം, ഓഫ് കോഴ്സ് ആസ് എനി സിംഗർ, സിനിമയിൽ പാടണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഞാനും ആഗ്രഹിച്ചിരുന്നു. എൻ്റെ പരിമിതമായ അറിവിൽ, എൻ്റെ പരിമിതമായ എന്താ പറയണ്ട മ്യൂസിക്കാലിറ്റിയിൽ സിനിമയിൽ പാടണം എന്ന് ആഗ്രഹിച്ച ആൾ തന്നെയാണ് ഞാൻ. എന്നിരുന്നാലും ഐ വാണ്ടഡ് ടു ഡു മൈ ഓൺ മ്യൂസിക്. കണ്ട ആ വാക്ക് കണ്ടോ, ഇൻഡിപെൻഡൻറ്റ്. ആ വാക്കിലാണ് എൻ്റെ കംപ്ലീറ്റ് ഫോക്കസ് ഉണ്ടായിരുന്നത്. അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. കാര്യം വെച്ചാൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് അങ്ങനെ ഒരു ശാഖ, ഞാനൊക്കെ ആദ്യത്തെ പാട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. ആക്ച്വലി വളരെ ഉണ്ടായിരുന്നു. അവിയൽ വാസ് ദി ഓൺലി ബാൻഡ് ഹു ഡിഡ് ഇറ്റ് ഇൻ എന്താ പറയുക, നമ്മുടെ ലാംഗ്വേജിൽ, റീജിയണൽ ലാംഗ്വേജിൽ. അന്ന് അവിയലാണ് ഏക ബാൻഡ് അങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്ട്രീമിൽ ചെയ്തിരുന്നു. സോ ഐ റിയലി വാണ്ടഡ് ടു ഫോളോ ദെയർ പാത്സ്. ഐ റിയലി വാണ്ടഡ് ടു ഡു മൈ ഒറിജിനൽ മ്യൂസിക്. അങ്ങനെയാണ് സൂപ്പർ സ്റ്റാർ കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടിയ എല്ലാ നമുക്ക് കിട്ടാമായിരുന്ന പല ഭാഗ്യങ്ങളും വിട്ട് ചേതന മ്യൂസിക് അക്കാഡമിയിൽ പോയി ഞാൻ കുറേ കാലം പിയാനോ പഠിച്ചു. only one aim was I want to do my own music, sing in front of you people. and തിരിച്ചത് ഇങ്ങോട്ട് എനിക്ക് പലപ്പോഴും ഇപ്പോൾ സ്റ്റേജിൽ കിട്ടാറുണ്ട്. കഴിഞ്ഞ 17 വർഷമായിട്ട് എൻ്റെ ശ്രമം തുടരുകയാണ്. താളം വാസ് മൈ ഫസ്റ്റ്. ആൻഡ് ആ പാട്ട് ഇറങ്ങിക്കഴിഞ്ഞൊരു 5 വർഷം
ആ ആൽബം ഇറങ്ങിക്കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടാണ് അതിനൊരു ലിസണർ തന്നെ ഉണ്ടാകുന്നത്. കാര്യം അന്ന് അപ്പോഴാണ് യൂട്യൂബ് വരുന്നത്, അതുവരെ യൂട്യൂബ് ഇല്ല. അപ്പോൾ നമ്മളിത് എവിടെ ഇറക്കും? ഒരു പ്ലാറ്റ്ഫോം ഇല്ല, ഒന്നുമില്ലാതെ നടക്കുകയാണ്. അപ്പോൾ ആ താളം, ഞാൻ അതാ പറഞ്ഞു, ഈ അപ്സ് ആൻഡ് ഡൗൺസ് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാലോചിക്കുകയായിരുന്നു, എന്ത് കണ്ടിട്ടാണ്, എന്ത് ധൈര്യത്തിലാണ് അങ്ങനെയുള്ള ഒരു അറ്റംപ്റ്റ് ഒക്കെ നടത്തിയത്. ഇന്ന് ആലോചിച്ചാൽ ഒരു പിടുത്തം കിട്ടില്ല. ഇറ്റ് വാസ് ജസ്റ്റ് ദ പാഷൻ വിച്ച് ഡ്രോവ് മീ, അതിലേക്ക് കൊണ്ടുപോയത് അത് മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് ഹോപ്പ് എന്ന് പറഞ്ഞൊരു ആൽബം ചെയ്തു, ഒരു 5 പാട്ട്. എന്താവോ, മുല്ല, കാലം, അങ്ങനെയുള്ളൊരു സീരീസ്, പദയാത്ര, ഇതെല്ലാം എൻ്റെ സ്വന്തം പാട്ടുകളാണ്. അപ്പോൾ ഇതിലേക്കൊക്കെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നും സത്യം പറഞ്ഞാൽ എക്സെപ്റ്റ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, വളരെ ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ കുറേ ആൾക്കാർ നമ്മളെ സഹായിക്കും എല്ലാ രീതിയിലും. എന്നിരുന്നാലും നമ്മൾ തന്നെ ആ ബാറ്റിൽ ഫൈറ്റ് ചെയ്തേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ഓരോ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ അടുത്തും ഞാൻ പറയുകയാണ്, വാട്ട് എവർ യു ലവ് ടു ഡു, അതിൽ ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം. അതില്ലാതെ ഒരു പരിപാടിയില്ല. നമ്മളെന്താ പറയുക, ഗ്രേസ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം നമ്മുടെ എഫേർട്ടിന് തരുന്ന റിസൾട്ടാണ്, തമ്പുരാൻ തരുന്ന റിസൾട്ടാണ് അത്. എനിത്തിങ് യു ക്യാൻ ബിലീവ് ഇൻ വിച്ച് എവർ റിലീജിയൻ, വിച്ച് എവർ ഗോഡ്. അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്ട്രഗിൾ ഫോർ ലാസ്റ്റ് 17 years. ഈവൻ നൗ ദർ ഇസ് അൺസർട്ടനിറ്റി. നാളെ എന്താണെന്ന് സത്യസന്ധമായിട്ട് എനിക്കറിയില്ല. നാളെ അടുത്ത മാസം എങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ദിസ് ടൈം മൈ ഓണം ഇസ് ഇൻ UK. അവിടെയാണ് കോൺസേർട്ട് ഉള്ളത്, ഞാൻ പോവുകയാണ്. ഓക്കെ, വെൽ ആൻഡ് ഗുഡ്, ഫൈൻ. ബട്ട് വാട്ട് ഈസ് ഫോർ ഒക്ടോബർ, വാട്ട് ഈസ് ഫോർ നവംബർ, വാട്ട് ഈസ് ഫോർ ഡിസംബർ, എനിക്കറിയില്ല. ഐ ഹാവ് എ ഫാമിലി ടു ടേക്ക് കെയർ ഓഫ്. എൻ്റെ പാരൻസ് ഉണ്ട്, എൻ്റെ പിള്ളേരുണ്ട്, എൻ്റെ വൈഫുണ്ട്. അതിനൊക്കെ പണം മുഖ്യം തന്നെയാണ്. അധികം വേണ്ട, ജീവിക്കാൻ മതി. എന്നിരുന്നാലും അതെങ്ങനെയാണ് പോകാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ദാറ്റ് അൺസർട്ടനിറ്റി ഈസ് ദി ബിഗ്ഗസ്റ്റ് തിങ് ഇൻ എവറി ആർട്ടിസ്റ്റ് ലൈഫ്. അത് ഏറ്റവും നമ്മളെ സ്ട്രെസ്ഫുൾ ആക്കുകയും ഏറ്റവും നമ്മളെ ആസ്വദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സത്യമാണ് അനിശ്ചിതത്വം. ഓരോ ദിവസവും ഈ പറഞ്ഞ എവിടെ തുടങ്ങിയാലും മതി എന്ന് പറയുന്ന പോലെ അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കില്ല. തുടങ്ങേണ്ട ഒരു സമയമുണ്ട്, ആ സമയത്ത് തുടങ്ങിയാൽ പിന്നെ തിരിച്ചു പോയിട്ട് നാളെ നീളെ പോളിസി ഒരിക്കലും ഒരു ഫീൽഡിലും വർക്കൗട്ട് ആവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു പാഷൻ ഉണ്ട്, അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദിസ് ഈസ് ദ ഡേ ടു സ്റ്റാർട്ട് ദാറ്റ് മിഷൻ. അത് നടത്താതെ നിങ്ങൾ നാളെ തുടങ്ങാം എന്ന് പറയുന്നവരൊക്കെയും എനിക്ക് തോന്നില്ല, ദേ വിൽ നോട്ട് മേക്ക് ഇറ്റ് അപ്പ് ഇൻ ലൈഫ് ഒരു രീതിയിലും. നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യണം. സോ എന്താ പറയുക, സ്റ്റേ ഫോക്കസ്ഡ്, സ്റ്റേ ഇൻ ദ ലൂപ്പ് ആൻഡ് വർക്ക് ഹാർഡ്. ഓക്കെ, നെക്സ്റ്റ് തിങ് ഐ റിലേറ്റ് ടു ഇൻഫൈനൈറ്റ് ഈസ് ടു ഡ്രീം. സ്വപ്നം കാണാൻ എന്താ പറയുക, അതിരുകളില്ല എന്ന് പറഞ്ഞ പോലെ. അതിരില്ല ശരിക്കും. വിയേർഡായിട്ട് സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ട്, വളരെ വിയേർഡായിട്ട്. ഞാൻ കാണാറുണ്ട്, പണ്ടും കണ്ടിരുന്നു. മൈക്കിൾ ജാക്സന്റെ കൂടെ പെർഫോം ചെയ്യുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഒരിക്കലും നടക്കില്ല. അല്ലെങ്കിൽ എന്താ അയൺ മെയ്ഡൻ, AC/DC, അല്ലെങ്കിൽ ദാസ ഇവർ ഇങ്ങനെ പല ലെജൻസിൻ്റെ കൂടെ ഒക്കെ നിൽക്കുക, സ്റ്റേജ് ഷെയർ ചെയ്യുക, ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നത്. ഓരോരുത്തരുടെ മേഖലയിലും അവരുടെ താല്പര്യത്തിൽ അവർ വിയേർഡായിട്ട് സ്വപ്നങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ ദാറ്റ്സ് എ സോളിഡ് സൈൻ ടു മേക്ക് ഇറ്റ് ബിഗ് ഇൻ യുവർ ലൈഫ്. വലിയൊരു മൈക്കിൾ ജാക്സൺ ആയില്ലെങ്കിലും ചെറിയൊരു ജോബ് കുര്യനായിട്ടെങ്കിലും ഞാനിപ്പോൾ ഇവിടെ അന്തസ്സായിട്ട് ജീവിച്ചു പോകുന്നു. അതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ എൻജിനീയറിംഗ് ഡേയ്സ് ഞാനൊന്ന് ഷെയർ ചെയ്യാം. എൻജിനീയറിംഗ് മൽനാട് കോളേജ് ഓഫ് എൻജിനീയറിംഗ് ഹസൻ, അവിടെയാണ് പഠിച്ചത്. എൻ്റെ 12th ഞാൻ സ്കൂളിംഗ് ഒക്കെ ട്രിവാൻഡ്രത്തായിരുന്നു. 11th 12th ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലാണ് പഠിച്ചത്. 12th കഴിഞ്ഞ് എൻട്രൻസ് ഒന്നും കാര്യമായിട്ട് കിട്ടിയില്ല. അന്നേ പാട്ടിൻ്റെ അസ്കിത ഉണ്ടായിരുന്നുകൊണ്ട് പഠനത്തിൽ ഞാനൊരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻ്റ് ഒന്നുമില്ല, വളരെ ആവറേജ്, പാസ്സായി പോകും, കുഴപ്പമൊന്നുമില്ല. ബട്ട് ഓൾവേസ് മൈ ഇൻട്രസ്റ്റ് വാസ് ടു ഡു സംതിങ് ദ അതർ വേ. അപ്പോൾ എൻ്റെ അടുത്ത് ഫാദർ പറയായിരുന്നു, നിനക്ക് ഇപ്പം മ്യൂസിക് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നീ ഒരു ക്വാളിഫിക്കേഷൻ നിനക്ക് വേണം, മസ്റ്റാണ്. നിനക്ക് ആ കോൺഫിഡൻസിന് ഹെൽപ്പ് ചെയ്യും. എൻ്റെ ഫാദറാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു എൻ്റെ യാത്രയിൽ. അപ്പോൾ പുള്ളി പറയുന്നത്, ടേക്ക് എ ഗുഡ് ഡിഗ്രി, ബി കോൺഫിഡൻറ്റ്, ഡു വാട്ട് എവർ യു വാണ്ട് ടു ഡു, നമുക്ക് ബാക്കി വരുന്നിടത്ത് വെച്ച് നോക്കാടാ എന്ന് ഫാദർ പറയുന്നത്. ആ ഒരു ധൈര്യമാണ് എന്നെക്കൊണ്ട് ഇത്രയും കൊല്ലം മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ എൻജിനീയറിങ് ഞാൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജിയാണ് പഠിച്ചത്. പഠിച്ച കോളേജിലെ സാറന്മാരൊക്കെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു, നീ ദയവ് ഇത് എൻജിനീയർ ആവരുത്, നീ ഒരു മ്യൂസിഷ്യൻ ആവുക,
നിൻ്റെ മനസ്സ് മുഴുവൻ അതാണ്. വീൽ ഹെൽപ്പ് യു ഔട്ട്. സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് ഇൻഡിവിജ്വാലിറ്റി എന്നൊരു പോയിന്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന അവസരങ്ങൾക്ക് പല പല കോംപ്രമൈസുകളും നമുക്ക് ചെയ്ത് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡും നമ്മളുടെ ഒരു ടാലൻറ്റിനെയൊക്കെ കോംപ്രമൈസ് ചെയ്ത് ഒത്തിരി ഒത്തിരി അവസരങ്ങൾ എങ്കിൽ നമുക്ക് നമ്മളെ തേടി വരും. ഇപ്പം ഞാൻ എൻ്റെ സ്വന്തം മ്യൂസിക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ നഷ്ടപ്പെടുത്താറുണ്ട്. അതിപ്പോൾ എനിക്ക് വരുന്ന നല്ല നല്ല സിനിമകളിലെ പാട്ടുകൾ ഞാൻ എൻ്റെ ഫോക്കസിൽ പോകുന്ന സമയത്ത് ഞാൻ ഇതൊന്നും എടുക്കത്തില്ല. ഹൗ എവർ ഗുഡ് ദ പ്രോജക്റ്റ് ഇസ്, ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് ഔട്ട് ബിക്കോസ് എൻ്റെ ഫോക്കസ് ഇസ് ദിസ്. അപ്പം അതിൻ്റേതായ നഷ്ടങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈവൻ പല കോംപ്രമൈസുകളും ലൈക്ക് ചിലപ്പോൾ ചില പ്രോജക്റ്റിനൊക്കെ പോകുമ്പോൾ നമ്മളെ ഫിനാൻഷ്യലി നമ്മൾ ദാരുണമായി ചതിക്കപ്പെടും. അതായത് ആരും നമ്മൾ എന്താ പറയണ്ട, ആദ്യമേ ഒരു പേയ്മെൻറ്റ് വാട്ട് എവർ ഇറ്റ് ഇസ് റെമ്യൂണറേഷൻ നമ്മൾ ആദ്യമേ പറയുന്നു, അത് തരാതെ പോകുന്ന എത്രയോ പേരുണ്ട്. അപ്പം നമ്മൾ അടുത്ത പ്രാവശ്യം റിയലൈസ് ചെയ്യുക, നെവർ കോംപ്രമൈസ് യുവർ ആർട്ട് ഫോർ സച്ച് പീപ്പിൾ എന്ന് റിയലൈസ് ചെയ്യണം. നമ്മൾ അവസരം ചിലപ്പോൾ കിട്ടുമായിരിക്കാം, പക്ഷേ നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് വഴിയെ വന്നോളും. അത് ഡോണ്ട് സാക്രിഫൈസ് ഓർ കോംപ്രമൈസ് ഓൺ യുവർ ഇൻഡിവിജ്വാലിറ്റി, യുവർ ക്യാരക്ടർ. തല നിവർത്തി നടക്കാനും നിൽക്കാനും പറ്റട്ടെ. നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിൻ്റെ സ്പീഡ് ചിലപ്പം കുറവായിരിക്കും, ഇച്ചിരി കൂടെ പതുക്കെ നിങ്ങൾ അവിടെ എത്തുള്ളൂ. പക്ഷേ ഫോർ ഷുവർ യു സ്റ്റേ ബോൾഡ് ആൻഡ് ട്രൈ ഹാർഡ്, ഇറ്റ്സ് ഗോയിങ് ടു കം. അപ്പം അവസരങ്ങൾക്ക് വേണ്ടി നമ്മുടെ വ്യക്തിത്വം പണയം വയ്ക്കാതിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പാട്ടുണ്ട്, ഭാവം എന്ന് പറഞ്ഞൊരു പാട്ടിൽ, വമ്പന്മാർ നമ്മളിലുണ്ടേ വമ്പത്തരമേറെ കണ്ടേ അവരെ കണ്ടൂറ്റം കൊള്ളാം ഞാനെന്ന ഭാവം മാറ്റാം എന്നാണ് ആ ലൈൻ. ഓക്കെ, വമ്പന്മാർ നമ്മളിലുണ്ടേ, വമ്പന്മാർ നമ്മളിലുണ്ടേ വമ്പത്തരമേറെ കണ്ടേ അവരെ കണ്ടൂറ്റം കൊള്ളാം ഞാനെന്ന ഭാവം മാറ്റാം. മുടിയാട്ടും കടലും കണ്ടേ കലിയാടണ കാടും കണ്ടേ പൊടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. Thank you. Stay blessed. God bless you all. Some other day, some other time, I'll come with my band and perform for you all. That would be a different job, Kurian, for sure. Thank you.